എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എന്നാലും ഞാൻ പരിചയപ്പെടുത്താം. ഇതെൻ്റെ ചേച്ചിയാണ്. എനിക്കൊരു ചേച്ചിയേ ഉള്ളൂ. ചേച്ചി വയനാട്ടിലാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേച്ചി ഇവിടെ കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് തിരുവാതിരയാണ്, ധനുമാസത്തിലെ. അപ്പോൾ വലിയ ആഘോഷമാണല്ലേ അങ്ങോട്ടൊക്കെ, എല്ലായിടത്തോട്ടും വലിയ ആഘോഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ അങ്ങനെ നോക്കാറില്ല, എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് എട്ടങ്ങാടി പുഴുക്കൊന്നും ഉണ്ടാക്കാനുള്ള എല്ലാ കിഴങ്ങുകളും ഈ നാട്ടിൽ കിട്ടില്ല, ചിലതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പുഴുക്കിന് വേണ്ടുന്ന മമ്പയർ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ചതാണ്. പിന്നെ കഷ്ണങ്ങൾ എന്ന് പറയണത് മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കൂർക്ക, കപ്പ, കായ, ഇത്രയും സാധനങ്ങൾ. അതായത് എൻ്റെ അടുത്ത് ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വേറെ ഒരുപാട് കുറച്ചും കൂടെ കിഴങ്ങുകളുണ്ടല്ലേ ചേച്ചി? എന്തൊക്കെയുള്ളത്? വേറെ കാച്ചിലുണ്ട്, ചെറുകിഴങ്ങുണ്ട്, നനക്കിഴങ്ങുണ്ട്, പിന്നെ ഒരു മാറാ ചേമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചൊറിയുന്നൊരു തരം ചേമ്പുണ്ട്. അതൊക്കെ ഈ ഇതിൽ എട്ടങ്ങാടി പുഴുക്കില് പ്രധാനമാണ്. പക്ഷെ അതൊന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ. ഇവിടെ ഇത്രയും തന്നെ വളരെ കഷ്ടപ്പെട്ടാ കിട്ടിയത്. അതായത് കൂർക്കയെല്ലാം വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. ഈ ധനുമാസം എല്ലാം ആകുമ്പോൾ ഇടയ്ക്ക് കിട്ടും. നമ്മുടെ അങ്ങോട്ട് തെക്കോട്ടേക്കെല്ലാം എല്ലാ കിഴങ്ങുകളും കിട്ടും. ഇവിടെ അങ്ങനെ കുറവാണ്. അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ വേണ്ടുന്നത് തേങ്ങ ഞാനിത് ഇവിടെ പീസാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, ഉണക്കമുളക്, ഇത് ചതക്കല്ലേ വേണ്ടേ? പച്ചമുളകും ചിലർ ചേർക്കാറുണ്ട്. ചിലര് പച്ചമുളക് ചേർക്കും, നമ്മൾ ചുമന്ന മുളകാ ചേർക്കാറ്. അതൊന്ന് ചതച്ചെടുക്കണം പുഴുക്കിന്റെ പാകത്തിന്. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഓക്കെ, തുടങ്ങാം. ഇന്ന് ഞാനല്ല ചേച്ചി ഉണ്ടാക്കണത്, ഞാൻ സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കാം. ഓക്കെ, കത്തിച്ചോ. പാകത്തിന് വെള്ളം ഒഴിക്കാം. പുഴുക്കാവുമ്പം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തുടയണം, എന്നാലും അത് പുഴുക്കിന് ടേസ്റ്റ് വരുള്ളൂ. മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം വേണം കഷ്ണം. അതായത് നമ്മൾ കൂർക്കയൊന്നും അങ്ങനെ മുറിച്ചില്ല, കൂർക്ക അങ്ങനെ തന്നെ ഇടുക ചെയ്തത്. അതാണ് അതിന്റെ ടേസ്റ്റ്. അതെ. ഇപ്പം കുറച്ച് നമുക്ക് കഷ്ണത്തിന് മാത്രമുള്ളൊരു ഉപ്പിടാം. അല്ലാതെ കഷ്ണത്തിന് ഉപ്പ് പിടിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. അതെ, അപ്പൊ അത് നന്നായിട്ട് തിളക്കട്ടെ, പാകത്തിന് വേവട്ടെ. അതുവരെ നമുക്ക് ഈ പുഴുക്കിനുള്ളതൊക്കെ അരച്ചെടുക്കാം. അതെ, ചതച്ചെടുക്കാം. അപ്പൊ ഇന്ന് തിരുവാതിരയല്ലേ? തിരുവാതിരയെ കുറിച്ചുള്ള പാട്ടുകൾ, തിരുവാതിര പാട്ടുകളൊന്നും എനിക്ക് വലിയ വിഷയമില്ല. അപ്പൊ നമുക്ക് ഒരു ചിത്ര ചേച്ചിയുടെ ഒരു ലളിതഗാനം പാടാം. തിരുവാതിരയെ കുറിച്ച് തന്നെയുള്ളതാണ് അല്ലേ? പണ്ട് ദൂരദർശനിൽ വരുന്ന അല്ലേ? അന്നേ ഇഷ്ടമുള്ള പാട്ടാ അത്. അപ്പൊ അതൊരു 4 വരി പാടാം. പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പാൽമഞ്ഞു കോടിയോടുത്തു ഞാൻ മുറ്റത്തെ പാരിജാതച്ചോട്ടിൽ നിന്നു, ഞാൻ നിന്റെ പദസ്വനം കാതോർത്തു നിന്നു. പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, ഈറൻ കാറ്റിൻ്റെ ഇത്തിരി വിരലുകൾ ഇക്കിളിയാക്കുമെന്മേൽ, ഈറൻ കാറ്റിൻ്റെ ഇത്തിരി വിരലുകൾ
ഇക്കിളിയാക്കുമെന്മയിൽ സുരഭില സുന്ദര ചന്ദനം ചാർത്തുവാൻ സൂര്യപ്രഭേ നീ വന്നു. ഞാൻ സുഖമുള്ളൊരാലസ്യമനുഭവിച്ചു. പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി. എന്റെ കൂടെ പാടാന്ന് പറഞ്ഞാണേ, പറ്റിച്ചാണേ, പാടാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇവിടെ നന്നായിട്ട് കഷ്ണമൊക്കെ തിളച്ചിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്തോടെയാണോ? വെന്തോടെയാണ്, പുഴുക്കല്ലേ. പിന്നെ ആ കൂർക്കയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കടിക്കുന്നത് നല്ല സ്വാദാണേ. വേവട്ടെ, ചേന വേവാനുണ്ട് കുറച്ചും കൂടി. ചേനയും ആ കപ്പയും അതൊക്കെ വേവട്ടെ. സ്വല്പം താമസം പിടിക്കും, വെന്തില്ലെങ്കിൽ ചൊറിയും ചേന. അപ്പൊ വേവട്ടെ, നമുക്ക് അടച്ചു വെക്കാം. നമുക്കിത് വെന്തോ നോക്കാം. കുറച്ച് സമയമായി. വെന്തു. നമുക്കിനകത്ത് മമ്പയർ ഇടാം. മമ്പയർ ഓൾറെഡി, അതായത് വൻപയർ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്, അതും കൂടെ ചേർക്കാം. മഞ്ഞപ്പൊടി എല്ലാം പാകല്ലേ? ഇനി വേണ്ടല്ലോ? ഇനി വേണ്ട. ഇനി പാകത്തിന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. കാരണം നമ്മൾ മമ്പയറിലും കൂടെ ഉപ്പിട്ടത് കൊണ്ട് ഇനി തേങ്ങയൊക്കെ ചേർത്ത്. തേങ്ങ ഇതാ ഇവിടെ ചതച്ച് എടുത്തിട്ടുണ്ട്. തേങ്ങ ചതച്ച് കൊണ്ടുവന്നുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇതിന് നല്ല കട്ടിയുള്ള പുഴുക്കാണ്. ഇതിന് നമ്മൾ ഗോതമ്പ് കഞ്ഞിയാണ് ഇതിന്. പുഴുക്കും എട്ടങ്ങാടി പുഴുക്കും ഗോതമ്പ് കഞ്ഞിയും ഇതൊക്കെയാണ് തിരുവാതിരയ്ക്ക് പ്രധാനം. ശരിക്കും എട്ടങ്ങാടി നേദ്യം ഉണ്ടാക്കാറില്ലേ? അതുണ്ടാക്കും. ഇതെല്ലാം കൂടെ, അത് ഇന്നലെ ആയിരുന്നു എട്ടങ്ങാടി നേദ്യത്തിന്. അത് എട്ടങ്ങാടി എല്ലാം ചുട്ടെടുക്കും. ചുട്ടെടുത്തിട്ട് ശർക്കരയൊക്കെ ഇട്ട് അങ്ങനെ ഭഗവാനെ നേദിക്കുക ചെയ്യാം. പഴവും ശർക്കരയും ഒക്കെ മുറിച്ചിട്ട്. അതെ, അങ്ങനെയാണ്. ശരിക്കും അതൊക്കെ തെക്കോട്ടാണ് അതിന്റെ തെക്കൻ ജില്ലകളിലാണ്. എല്ലാ കിഴങ്ങുകളും അങ്ങോട്ട് കിട്ടുമല്ലോ. അതേപോലെ ഇന്ന് മഹാദേവന്റെ പിറന്നാളാണ്. അതുപോലെ പാർവതി ദേവി മഹാദേവനെ കിട്ടാൻ എടുത്ത നൊയമ്പാണ് തിരുവാതിര വ്രതം. തുടിച്ചുകുളി, തിരുവാതിര, പാതിരാപ്പൂച്ചൂടൽ. ഇന്ന് രാത്രിയാണ് പാതിരാപ്പൂച്ചൂടലും തിരുവാതിര കളിക്കേണ്ടതും. അതെ, കഴിഞ്ഞ വർഷം വരെ ഞാനൊക്കെ തിരുവാതിര കളിച്ചിരുന്നു. ഈ വർഷം പിന്നെ എല്ലാം ഇങ്ങനെയായി. അതെ. ഇനി ചിമ്മ ഉപ്പുണ്ടോ നോക്കിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും. അല്ലാണ്ട് ഇതിന് വേറെ വറവൊന്നും ആവശ്യമില്ല. ഇത് മതി, കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും. കറിവേപ്പില ധാരാളം ഇടാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില. ഇവിടുന്ന് തന്നെ പറിക്കുന്ന ഇതുകൊണ്ട് വിഷമൊന്നുമില്ലല്ലോ, നമുക്കത് കഴിക്കുകയും ചെയ്യാം. കണ്ണിന് ഏറ്റവും നല്ലതാണ് കറിവേപ്പില. പച്ച വെളിച്ചെണ്ണ അല്ലേ? മതി. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അമ്മണിക്ക് ഇഷ്ടമാണോ അമ്മണി ഈ പുഴുക്ക്? അത് മൂളാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. കഴിച്ചു നോക്ക, എന്തൊരു ടേസ്റ്റാന്ന് അറിയാവോ. ഇതിൽ ആ കൂർക്ക നിനക്ക് ഭയങ്കര ഇഷ്ടല്ലേ? എനിക്കും അതെ, കൂർക്കയുടെ ആളാ ഞാനും. അല്ലാതെ ഇപ്പൊ ഇങ്ങനത്തെ പുഴുക്കൊന്നും പിന്നെ ഇഷ്ടമാണല്ലേ, അവൻ പിന്നെ ഇതൊക്കെ കഴിക്കും. അടിപൊളിയായില്ലേ? നോക്കൂ, നമുക്ക് നോക്കലുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യൂ. സൂപ്പർ. ഇന്ന് ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത് ആയല്ലോ, ഇത് തിളച്ചിട്ടുണ്ട്. പിന്നെ ഉരുളിയിൽ ഇരുന്നിട്ടും ഇത് അതെ ആവും. അപ്പൊ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം.
അടച്ചു വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായി അതെ, അടുത്ത ദിവസം കാണാം. അതെ, അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ്പായസം ബൈ ചിമ്മു എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിഭവം ഇത്രയേ ഉള്ളൂ. തിരുവാതിര പുഴുക്ക്. ഞാൻ പറഞ്ഞില്ല, എട്ടങ്ങാടി പുഴുക്ക് എന്ന് പറയാൻ പറ്റില്ല, അതിൽ ഒരുപാട് കഷ്ണങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പം നമ്മളുള്ളത് കൊണ്ട് അങ്ങ് ചെയ്തു. അതുകൊണ്ട് തിരുവാതിര പുഴുക്ക് എന്നൊരു പേര് ഇട്ടു. അങ്ങനെയും പറയാറുണ്ടല്ലോ അല്ലേ? ആ, അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും തിരുവാതിര ആശംസകൾ. തിരുവാതിര ആശംസകൾ.